പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഈ ഒരു 7 മണി ഇന്ത്യൻ സമയം 7 മണി സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന ഒരു ഒരു സമയത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ഇങ്ങനെ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ആമുഖമായിട്ട് 1-2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ആരംഭിച്ചതല്ല. അപ്പോൾ ഈ ഒരു അനിതര സാധാരണമായ ഒരു ഒരു പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ സാമൂഹ്യ പ്രവർത്തന അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന ഡിസിപ്ലിൻ ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇനി പുതിയ ലോകത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡിസിപ്ലിന് പുറത്തു നിന്നുമുള്ള ചില അന്വേഷണങ്ങൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തുള്ള പ്രശ്നങ്ങളുടെ സങ്കീർണതമായ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയും എന്നൊരു യാതൊരു വ്യാമോഹവും നമുക്കില്ല. പകരം ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വേദി, ആ ചോദ്യങ്ങളിൽ നിന്ന് പുതിയ ഉത്തരങ്ങളിലേക്കുള്ള വലിയ സംവാദങ്ങളും ഗൗരവമേറിയ പുതിയ അക്കാദമിക്കും അല്ലാത്ത സംവാദങ്ങളും ഉണ്ടാവാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നൊരു പ്രാഥമികമായ ഒരു ദൗത്യം മാത്രമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സീരീസിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ സോഷ്യൽ വർക്കിനെ മുൻനിർത്തി, അതേസമയം സോഷ്യൽ വർക്കിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ സോഷ്യൽ വർക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കോവിഡ് അനന്തര ലോകത്തിന്റെ കുറിച്ചിട്ടുള്ള സംവാദങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യ ദിവസമായ ഇന്ന് നമുക്ക് ഇതിലൊരു സോഷ്യൽ വർക്ക് ആൻഡ് പോസ്റ്റ് കോവിഡ് എറ എന്ന ഒരു ആമുഖ സംഭാഷണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 20 മിനിറ്റ് രേഷ്മ ടീച്ചർ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അതിന് ശേഷമുള്ള 20 മിനിറ്റ് പ്രൊഫസർ ജോസ് ആന്റണിയും സംസാരിക്കും. അതിനുശേഷം നമ്മൾ വളരെ ഒരു സീരീസ് ആയിട്ടുള്ള പല പ്രഭാഷണങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 2ാമത്തെ പ്രഭാഷണം നമ്മുടെ തന്നെ അലുമിനി ആയിട്ടുള്ള ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ അലുമിനി ആയിട്ടുള്ള ഡോക്ടർ കെ രാജേഷ് ആണ് ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത്. അതിന്റെ ടോപ്പിക് ലോക്കൽ ഡെമോക്രസി ആൻഡ് ലോക്കൽ ഗവേണൻസ്, റീ ഇമാജിനിങ് സോഷ്യൽ വർക്ക് ഇൻ പോസ്റ്റ് കോവിഡ് എറ. അതായത് പ്രാദേശിക ജനാധിപത്യവും പ്രാദേശിക ഭരണവും സോഷ്യൽ വർക്കിനെ പോസ്റ്റ് കോവിഡ് എറയിലേക്ക് ഇമാജിൻ ചെയ്യാനുള്ള ചില അന്വേഷണങ്ങൾ. അപ്പൊ അതാണ് 2ാമതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് മിക്കവാറും അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മറ്റു പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ആദ്യം നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി സെഷന് ശേഷം വിവിധ മേഖലകളിൽ സ്പർശിച്ചുകൊണ്ടുള്ള നമുക്ക് ഈ ഒരു കോവിഡാനന്തര ലോകത്തെ മുൻനിർത്തിയുള്ള ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ സ്പീക്കറായിട്ടുള്ള രേഷ്മ ടീച്ചറെ ക്ഷണിക്കാം. ടീച്ചർ ഇപ്പോ നമ്മുടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിന്റെ ഹെഡാണ്. കുറച്ചൊക്കെ അപരിചിതമായിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മളിപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം പറഞ്ഞ മാതിരി നമ്മുടെ അടുത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നുമില്ല. നമ്മള് പിന്നെ ആലോചിക്കുകയാണ്, ചെയ്യുന്നതിൽ കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പൊ ചെയ്യുന്നതാണോ ശരി, ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്, ഇതിനകത്ത് തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമോ, മാറ്റം വരുത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്, ഇനി പിന്നെ നാളെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ലോങ് ടേമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആലോചനകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും, എനിക്കറിയാം എല്ലാവരും പലതരത്തിൽ ഈ ഒരു പിന്നെ ദുരന്തത്തിന്, ഈ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരന്തത്തിനെ പിന്നെ പ്രതിരോധിക്കുന്നതിൽ പലതരം പ്രവർത്തനങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ ക്രോഡീകരിക്കുന്നത് സോഷ്യൽ വർക്കേഴ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കുട്ടികളുടെയും സ്ത്രീകളുടെയും കാര്യങ്ങളിനകത്ത് ഏറ്റെടുത്ത് പലതരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. തെരുവില് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ ഷെൽട്ടേഴ്സും അവരുടെ ഭക്ഷണവും അവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ടും, ഇനി രോഗം മാറിയിട്ടുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വന്ന് തെരുവുകളിലേക്ക് ജീവിക്കാൻ വലിച്ചെറിയപ്പെടുന്ന ആൾക്കാർ, അവർക്ക് ഏത് തരത്തിലുള്ള വീടുകളാണ് വേണ്ടത്, ഭാവിയെ കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, ഇത്തരത്തിൽ കാര്യങ്ങൾ കളക്ട് ചെയ്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പലതരം പ്രവർത്തനങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ പറയുന്നതും കൂടെ കേട്ടിട്ട് വേണം നമുക്ക്
സാമൂഹ്യ പ്രവർത്തനം ഇനി ഏത് രീതിയിലായിരിക്കണം, അതിനകത്ത് പുതുതായിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു ആലോചനയാണ്. അതിനകത്തൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞങ്ങളിവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ പിന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പിന്നെ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസ് എന്നുള്ള നിലയ്ക്ക് പിന്നെ ഈ വൾണറബിലിറ്റിനെ നമ്മൾ എങ്ങനെയാണ് സാമൂഹ്യ പ്രവർത്തനത്തിനകത്തേക്ക് മനസ്സിലാക്കുന്നത്, വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷന് വേണ്ടിയിട്ട് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകും, ഏത് തരത്തിലുള്ള പ്രോട്ടോകോൾസും ഏത് തരത്തിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ആവശ്യം, അതിന്റെ ഒരു തുടക്കം എന്തായാലും തുടങ്ങേണ്ടി വരും. ഇപ്പം ഭാവി എന്ന് പറയുമ്പം എനിക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു തമാശ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടെപ്പോഴോ കേട്ടിട്ടുള്ള ഒരു കവിതയുണ്ട്. ആരെ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: എന്തിഷ്ടമാണെന്നോ എനിക്ക്, പിന്നെ എന്തിനോടെന്നോ എന്നോട് തന്നെ, അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കോവിഡ് ആനന്തര ലോകം എന്ന് നമ്മൾ പറയുമ്പം ആ അനന്തരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കോവിഡിന് ശേഷം, അങ്ങനെ ഒരു ശേഷം ഉണ്ടോ എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഞാൻ പറയാനൊരു കാരണം എന്താ വെച്ചാൽ, ഒരു പക്ഷേ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ മഹാമാരി പോയിരിക്കും. പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ തന്നെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കാം, കഴിഞ്ഞൊരു റീസെന്റ് ഹിസ്റ്ററി, ഞാൻ വളരെ വിദൂരമായിട്ട് സ്പാനിഷ് ഇൻഫ്ലുവൻസ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും അല്ല പോകുന്നത്, നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പലതരം ഡിസാസ്റ്റേഴ്സ്, നാച്ചുറലും മാൻമെയ്ഡും അസുഖങ്ങളും ഒക്കെ ആയിട്ടുള്ള പലതരം ഇത്തരം പാൻഡമിക്കുകളുടെ അടുത്തുകൂടിയൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. എനിക്കറിയാം 2012-13 സമയത്ത് ചിക്കൻ ഗുനിയ വേറൊരു വൈറസ് മഹാമാരി ഇന്ത്യയിൽ വന്നപ്പോൾ അതിന്റെ 55% രോഗികളും കേരളത്തിലായിരുന്നു. ഏതാണ്ട് ഇതിനൊക്കെ സമാനമായിട്ടുള്ള പല പഞ്ചായത്തുകളിലും പല വാർഡുകളും അന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടുകളിലുള്ള എല്ലാവർക്കും അസുഖം വന്നിട്ട് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അന്നും ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഒരു വീട്ടിൽ നിന്നും ആർക്കും ഭക്ഷണം ഉണ്ടാക്കാനൊന്നും, അത്രയും അവശരായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം എല്ലാ മഴക്കാലത്തും നമ്മൾ പിന്നെ തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലും എല്ലാത്തരം ഹോസ്പിറ്റലുകളും രോഗികളെ കൊണ്ട്, ഇന്നിപ്പോ നമ്മൾ അമേരിക്കയിലും സ്പെയിനിലും ഇറ്റലിയിലും ഒക്കെ കാണുന്ന മാതിരി കിടക്കാൻ കട്ടിലില്ലാതെ ഡോക്ടർമാർക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ രോഗികൾ, പ്രത്യേകിച്ചും കടലോര മേഖലയിലും മലയോര മേഖലകളിലുമുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികൾ വന്ന് തിങ്ങി നിറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പലതരം പിന്നെ H1N1 ത്രെറ്റ് ആണെങ്കിലും പക്ഷിപ്പനി ആണെങ്കിലും ആണെങ്കിലും ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും കേരളത്തിലും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനന്തരം എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇത്തരം ദുരന്തങ്ങൾക്കിടയിൽ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അത് ബാധിക്കുന്ന മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാമെന്ന്. കാരണം പിന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കു അത്തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പരിചയവും കൂടിയാണ് നമ്മുടെ PHCകൾ ഇത്രയധികം പിന്നെ കുറച്ചും കൂടെ വെൽ എക്വിപ്ഡ് ആവാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മഴക്കാലത്ത് വരുന്ന രോഗികൾ മുഴുവൻ ഏതാനും കുറച്ച് ജനറൽ ഹോസ്പിറ്റലിൽ മാത്രം തിങ്ങി നിറയുന്ന ഒരു സമയത്താണ് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റീന്റെ ഒരു അപര്യാപ്തതയെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വളരെ രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നപ്പോൾ മെഡിക്കൽ കോളേജുകൾക്ക് അപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും PHCകളും കുറച്ചും കൂടെ നന്നാവേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ ഇൻപേഷ്യൻസ് വേണം, അവിടെ ഡോക്ടർമാരുടെ ഒരു പ്രസൻസ് വേണം എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അതാണ്. അതിനുശേഷം അവിടെ പലതരം പ്രോജക്റ്റുകളും പോളിസികളും ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇത്തരം അസുഖങ്ങൾ നേരിട്ടിട്ടുള്ള നമ്മുടെ ഒരു പരിചയം, അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ വളരെ പ്രധാനമാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കുറച്ചൊരു ഹിസ്റ്ററി പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ടീച്ചറായി പോയില്ല, അപ്പൊ ആ ഒരു ദോഷത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. ഇനിയൊന്ന് പിന്നെ അൽമാത്ത ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് 1978 ലോകരാഷ്ട്രങ്ങളൊക്കെ കസാഖ്സ്ഥാനിലെ അൽമാത്തയിൽ പോയിട്ട് കൂടിയിട്ട് ഒരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു അന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാവർക്കും സാർവജനികമായിട്ട് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു കാര്യം വേണം. അപ്പൊ അതിന് അന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പിന്നെ വൈദ്യസഹായം കിട്ടാൻ
സഹായകമാവുന്ന രീതിയിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഓരോ ഗ്രാമത്തിലും, പ്രത്യേകിച്ചും അന്ന് അത് ഒരു പിന്നെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ എന്നുള്ള നിലയിലായിരുന്നു കണ്ട് ഡിക്ലറേഷൻ ഉണ്ടാക്കിയെങ്കിലും പിന്നെ ഒരു 82-83 ആകുമ്പോഴത്തേക്കും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും PHCകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഹെൽത്ത് വർക്ക് ചെയ്യാന്നുള്ള ഒരു ബോധ്യം അൽമാത്ത ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കണ്ടത് വർഷം കഴിയുന്നതോറും ഈ അൽമാത്ത ഡിക്ലറേഷൻ നമ്മൾ അവിടെ വിട്ടുകളയാൻ പല കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, അതിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള മരുന്ന് ലോബി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അസുഖങ്ങളെ കേന്ദ്രീകരിച്ച് വാക്സിനേഷൻ പ്രധാനമായിട്ടുള്ള ആരോഗ്യ ഇടപെടലാണ് നടത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ PHCകളെക്കാൾ പ്രധാനം രോഗങ്ങളെയും വാക്സിനേഷനെയും മരുന്നിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് വർക്ക് ആണ് എന്നുള്ളൊരു, അതിനകത്ത് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടുകളും ഒക്കെ അതിനകത്ത് പല ക്രൂഷ്യലായിട്ട് വരുന്നുണ്ട്. വേൾഡ് ബാങ്ക് ആയിരുന്നു അങ്ങനത്തെ ഒരു ധാരണ മുന്നോട്ട് വെക്കാനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഏറ്റവും ആദ്യത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന് മുമ്പ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് വന്നപ്പോഴും അതിനകത്ത് വന്നിരുന്ന ഒരു കാര്യം അസുഖങ്ങള് ഭേദമാക്കണം എന്നാണ്. പിന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കാണ് അത് മാറിയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു PHC സംവിധാനം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലേക്കും സഹായം എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനം ഉള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനം വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. അതിനുപരി വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുള്ള പബ്ലിക് ഹെൽത്തിനകത്ത് നമ്മളെക്കാൾ എത്രയോ അധികം പൈസ സ്പെൻഡ് ചെയ്യുന്ന യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോലും കോവിഡ് സ്പ്രെഡ് അവർക്ക് തടയാൻ പറ്റാത്തത് അത്തരത്തിലൊരു നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, അതായത് ചെറിയ തോതിലുള്ള PHCകൾ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിലും നമുക്കറിയാം, അട്ടപ്പാടിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ കേരളത്തിലുള്ള ഏറ്റവും നല്ല ഒരു ട്രൈബൽ മെഡിസിൻ ഹോസ്പിറ്റൽ ഉള്ള ഒരു സ്ഥലം അട്ടപ്പാടിയാണ്. പക്ഷെ അവിടെ ചെറിയ PHCകൾ, ഒരു ഊരിനും തൊട്ടടുത്ത് കിടക്കുന്ന PHCകൾ അത്ര നന്നായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ കോവിഡ് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിനേക്കാൾ ഏറെ കഷ്ടപ്പെടും അത് കണ്ടെയ്ൻ ചെയ്യുന്നതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യമായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഇതിന് കോവിഡ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകള് ഇല്ലാതാക്കുന്നതിന്, ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ സംസാരിക്കാനും പലതരത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിലും സാമൂഹ്യ പ്രവർത്തകർ ഒരു പക്ഷേ അത്ര കാര്യമായിട്ട് ഇടപെടാത്ത ഒരു രംഗം എന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ഇന്ത്യയിൽ കുറച്ചൊക്കെ ആണെങ്കിലും ഇടപെടാത്തൊരു കാര്യം വെച്ചാൽ ഗവൺമെന്റ് പോളിസികൾ ഉണ്ടാക്കുന്നതിനകത്ത് നമ്മൾ വേണ്ടത്ര ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇത് ഗവൺമെന്റ് പറയുന്ന പണി നമ്മൾ അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുകയും അതിനകത്ത് നമ്മൾ ഇൻഡിസ്പെൻസിബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാമൂഹ്യ പ്രവർത്തകരുടെയും കൂടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഇപ്പൊ ഏതാണ്ട് എല്ലാവർക്കും ഒരു അംഗീകരിച്ച ഒരു കാര്യമാണ്. കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സാമൂഹ്യ പ്രവർത്തകരെ വേണം എന്നുള്ളത്. സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് ഇന്നിപ്പം ഹൗസ് ഹോൾഡ് ഒരു പേരായിട്ട് മാറാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട്. പക്ഷെ ഈ തരുന്ന പണി ഏറ്റെടുത്ത് ചെയ്യുന്നവർ എന്നതിലപ്പുറം ഒരു ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം അതിനെ മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ പുതുതായിട്ട് ചെയ്യേണ്ടത്, ഏത് ദിശയിലായിരിക്കണം ഗവൺമെന്റ് പോകുന്നത്, അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല നിർണ്ണയിക്കുന്നത്. നമ്മൾക്കാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോളിസി മേക്കിങ്ങിനകത്ത്, സോഷ്യൽ അഡ്വക്കസി അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിനകത്ത് നമ്മളാണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ട ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് കൂടുതൽ ബോധ്യമായിട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ
ആദ്യം തന്നെ പറഞ്ഞത് മാതിരി നമ്മളാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതൊരു ഒരു നല്ല ജീവിതത്തിനെ കുറിച്ചിട്ടും ഇതൊരു മുതൽക്കൂട്ട് അവരൊരു സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്ത് അതിന് സമൂഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റുക എന്നുള്ളതൊക്കെ ചാനൽ ചെയ്തിട്ട് ഒരു ഭരണ സംവിധാനത്തിനകത്തേക്കും അതിന്റെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനകത്തേക്കും ഒക്കെ ചാനൽ ചെയ്ത് എത്തിക്കേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംഘാടനവും അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും ഒക്കെ എന്തായാലും ഈ കോവിഡ് ആണെങ്കിലും അതിനു മുമ്പ് വന്നിട്ടുള്ള പ്രളയത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും മറ്റ് പല അനുഭവങ്ങളിൽ നിന്ന് അങ്ങനത്തെ ഒരു വർക്കിലേക്ക് നമ്മൾ നീങ്ങണം എന്നുള്ളത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഹെൽത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പലപ്പോഴും ഇപ്പൊ നമുക്കറിയാം NRHM, NHM തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോഴും അതിനകത്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പങ്കാളിത്തം എന്നുള്ളത്. കാരണം NRHM ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പറയാം അതിന്റെ ഒരു പോളിസി ത്രസ്റ്റ് തന്നെ ആരോഗ്യ മേഖലയിൽ പങ്കാളിത്തം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഗ്രാമതലത്തിൽ ആരോഗ്യ മേഖലയിൽ പങ്കാളിത്തം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യയിൽ അത് നടപ്പിലാക്കുന്ന സമയത്ത് ആശാ വർക്കേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടായി. അത് അത് NRHMന്റെ ഒരു വിജയം തന്നെയാണ്. പക്ഷേ പഞ്ചായത്തുകളും ഒരു പരിധി വരെ PHC വർക്കിനും അതിന്റെ കാര്യങ്ങളുമായിട്ട് അറിയാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ശാക്തീകരണം, NRHMന്റെ മറ്റൊരു ഒരു മുദ്രാവാക്യമായിരുന്നു ശാക്തീകരണം എന്നൊക്കെ പറയുന്നത്. ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീനെ എംപവർ ചെയ്യിപ്പിക്കുക, അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീനെ എംപവർ ചെയ്യിപ്പിക്കുക, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും കണ്ടെടുത്തിട്ടുള്ളത് സ്ത്രീകളാണ്. ഇത് പറയുമ്പോൾ സ്ത്രീകൾ അങ്ങനെ വരുന്നത് കൊണ്ട് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നുണ്ടോ, ആശാ വർക്കേഴ്സ് ശാക്തീകരിക്കപ്പെടുകയാണോ ചെയ്യുന്നതെന്നും കൂടെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പഞ്ചായത്തിലുള്ള ഏറ്റവും ലോവസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ജീവനക്കാരിൽ ഒരു ഗ്രൂപ്പായിട്ട് മാറുകയും അവരുടെ തലയിൽ എല്ലാ വീടുകളുടെയും ആരോഗ്യ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല ഒരു പരിധിയോളം ഏൽപ്പിക്കുകയും ചെയ്യുമ്പം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകള് സ്വതവേ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റോൾ അതാണ്. വീട്ടിലുള്ള എല്ലാവരുടെയും ക്ഷേമവും ആരോഗ്യവും അവരുടെ ശുശ്രൂഷയും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. വീട്ടിൽ ചെയ്തിരുന്ന ഒരു പണി അതിപ്പം പഞ്ചായത്തിലേക്കും കൂടെ സ്ത്രീകൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതിയായി. മാത്രമല്ല എന്ത് ശുചീകരണ പ്രവർത്തനം ഉണ്ടെങ്കിലും എന്ത് കുത്തിവയ്പ്പ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്ന ആൾക്കാരായിട്ട് അപ്പൊ ഒരു പാട്രിയാർക്കി, ഒരു ഹൗസ് ഹോൾഡിന്റെ പാട്രിയാർക്കി ഒരു വില്ലേജ് പാട്രിയാർക്കി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു രൂപമാണ്. അപ്പൊ സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ് ഇത് മുഴുവൻ ഇനി ഏറ്റെടുത്ത് നേരെയാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വേറൊരു ആൾക്കാരാണ് കുടുംബശ്രീ. ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൌണിൽ തന്നെ ഇത്രയെങ്കിലും ഒക്കെ വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വീട്ടിനുള്ളിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ ശുശ്രൂഷയും കെയറും ഒക്കെ ഏറ്റെടുത്ത് നടത്താൻ അവിടെ സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നിലയിൽ വീടുകൾക്കുള്ളിൽ കിട്ടുന്ന അത്ര പോലും പ്രൈവസിയും അത്ര പോലും സൗകര്യങ്ങളും ലോക്ക്ഡൌണിന്റെ സമയത്ത് സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. പല സ്ത്രീകളുമായിട്ടും സംസാരിക്കുകയും പല സ്ത്രീകളുടെ ഗ്രൂപ്പുകളുമായിട്ട് ഇതിനിടയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന, അത് വീട് പണി മാത്രമല്ല, കെയർ എന്ന് പറയുന്നത് വീട് പണി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, ഈ കെയറിങ്ങിന്റെ അമിതഭാരം എന്നുള്ളൊരു സാധനം അത് എങ്ങനെയെങ്കിലും ഒന്ന് ലോക്ക്ഡൌൺ മാറി ഇവരെല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ഇത്രയും വിജയകരമായിട്ട് ഇത് നടപ്പിലാക്കാൻ പറ്റുന്നത് സ്റ്റേറ്റിന്റെ മെഷീനറി മാത്രമല്ല, ഡോക്ടർമാരുടെയും ഹോസ്പിറ്റലിന്റെയും സോഷ്യൽ വർക്കേഴ്സിന്റെയും മാത്രം ഇടപെടൽ കൊണ്ടല്ല, ഇതേമാതിരി അൺഅക്നോളജ്ഡ് ആയിട്ട് വീടുകളിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുടെ പ്രവർത്തനത്തിന്റെ ഫലവും കൂടിയായിട്ടാണ്. അപ്പൊ അതും നമ്മൾ ഇതാക്കണം. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു കാര്യം അത് നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമതലത്തിൽ
ഉള്ള ആൾക്കാർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് അവരെ എംപവർ ചെയ്യിക്കുകയും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളായി അത് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പല പദ്ധതികളിലും ഇത്തരത്തിലുള്ള ക്ലോസസ് ഉണ്ടാവുമെങ്കിലും ആ പദ്ധതി നിർവഹിക്കുന്നുണ്ടോ, അതിന്റെ പൈസ ചെലവഴിക്കുന്നുണ്ടോ, അതിന്റെ ടാർജറ്റുകൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ടാർജറ്റുകൾ അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർജറ്റുകൾ അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോഴും, കാരണം മറ്റേതൊക്കെ അൺഅച്ചീവബിൾ ആയിട്ട് നമ്മൾ തന്നെ പകുതിയോളം എങ്കിലും, അല്ലെങ്കിൽ അത് എണ്ണത്തിൽ അച്ചീവ് ചെയ്താൽ മതി, ക്വാളിറ്റിയിലല്ല എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ പോലും ഒരു കോംപ്ലാസൻസി എന്ന് പറയില്ലേ, നമ്മൾ പോലും അത്രയ്ക്ക് മതി എന്നുള്ളൊരു ഇതിനകത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഈ കേരളത്തിലാണെങ്കിലും ഈ പറഞ്ഞ ജനകീയാസൂത്രണമൊക്കെ നടന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലെ പങ്കാളിത്തം നോക്കുകയാണെങ്കിൽ അത് വളരെ കുറവാണ് എന്ന് മാത്രമല്ല, വരുന്ന പങ്കാളിത്തം തന്നെ അതൊരു ഫോർ നെയിം സേക്ക് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള വളരെ പാസീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, അങ്ങനെ ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അതൊന്നും ഈ പറഞ്ഞ ഇതൊന്നും ഇതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് സോഷ്യൽ വർക്കേഴ്സിന് ഇടപെടാൻ പറ്റുമോ, ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? കാരണം നമ്മൾ പല പ്രോജക്റ്റുകളിലും നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ആ പ്രോജക്റ്റുകൾ നടത്തുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രോജക്റ്റിന്റെ ടാർജറ്റുകളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനെതിരെ തന്നെയുള്ള ക്രിറ്റിസിസം നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വരുമ്പം എംപവേർഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിനകത്ത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുന്നത്? അതല്ല നമ്മുടെ ഒരു തിയറിയുടെയും നമ്മൾ പഠിച്ചിരിക്കുന്ന രീതികളുടെയും അപര്യാപ്തത കൊണ്ടാണോ നമുക്ക് ആ ഒരു ഇടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കരിക്കുലവും സിലബസും നമ്മുടെ ത്രെസ്റ്റും ഒക്കെ മാറ്റേണ്ട ആവശ്യം ഉണ്ടാകും. കാരണം അത്തരത്തിൽ എംപവേർഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ ആൾക്കാർ വരികയും അവർ പോളിസി മേക്കിങ്ങിനകത്തേക്ക് വരും. പ്രളയത്തിന്റെ സമയത്താകുമ്പോഴും നമ്മൾ കണ്ടു, കോവിഡിന്റെ സമയത്ത് വീണ്ടും നമ്മൾ കാണാണ് ഭയങ്കരമായിട്ടുള്ള പങ്കാളിത്തമാണ്. ആ ഒരു ഡിസാസ്റ്റർ ഫേസിൽ ആൾക്കാരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ വളരെ നന്നായിട്ടുള്ളതാണ്. അത് എല്ലാ തരത്തിലും, അത് ഈ സാമൂഹ്യ ബോധം ഇല്ല എന്ന് പറയുന്ന യുവത മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ, ഇപ്പൊ കോവിഡിനാണെങ്കിലും 3 ലക്ഷത്തിൽ കൂടുതൽ സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ഈ ഡിസാസ്റ്റർ ഇടപെടലുകളിലൂടെ അവര് നേടിയെടുത്തിട്ടുള്ള പ്രാവീണ്യവും പരിചയവും ഒക്കെ അതിനുശേഷമുള്ള ഒരു ഫേസിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസാസ്റ്റർ ഇല്ലാതെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ വർക്കിനകത്തേക്ക് വരുമ്പം എവിടെയോ അത് ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പിന്നെ ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സഹായങ്ങള് പലതരം സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലാണെങ്കിലും നമ്മൾ കാണുന്നത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള ഒരു നെക്സസ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഈ നെക്സസിനെ പൊളിച്ചിട്ട് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ജനങ്ങളുടെ പങ്കാളിത്തവും, എങ്ങനെയാണ് ഈ സന്നദ്ധ സേവകരുടെ ഈ വലിയൊരു ശൃംഖല, നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള ശൃംഖല എങ്ങനെയാണ് അവർക്കും കൂടെ പങ്കാളിത്തം കിട്ടുന്ന രീതിയിൽ അതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഫോളോ അപ്പ് ആണ് നമ്മൾ എവിടെയൊക്കെയോ ഇല്ലാണ്ടായി പോകുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞു തരേണ്ടത്, അല്ല അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാലടി ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷവും ഒക്കെ പ്രവർത്തിച്ചപ്പം തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. പലർക്കും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന പലപ്പോഴും നടക്കുന്നില്ല. ഇപ്പൊ കാലടിയിലാണെങ്കിലും മറ്റു പല സ്ഥലത്തെയും ആക്ടിവിസ്റ്റുകളും ഒക്കെ അവർ പറഞ്ഞ ഒരു അനുഭവം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഏറ്റവും വൾണറബിൾ ആയിട്ട് ഒരു പ്രളയം മാതിരിയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാര് മൈഗ്രന്റ് ലേബറേഴ്സും ദളിത് കോളനികളുമാണ്. അതാണ് പലതും നശിച്ചു പോയത്. പക്ഷെ പിന്നീട് വീടുകൾ ഉണ്ടാക്കി നൽകുമ്പം സ്വന്തമായിട്ട് സ്ഥലമുള്ള ആൾക്കാർക്കാണ് ഗവൺമെന്റിന്റെ സഹായം കൂടുതലായിട്ടും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത പല ആൾക്കാർക്കും വീടുകൾ പിന്നീട് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉണ്ടായി വന്നിട്ടുള്ള പങ്കാളിത്തം, ആദ്യഘട്ടത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള പങ്കാളിത്തം അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകാനും ഓരോ പദ്ധതി നടപ്പിലാക്കുമ്പം അതിനെ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യാനും അതിനകത്ത് നമ്മുടെ ഒരു
കണ്ണ് ചെല്ലുന്ന രീതിയിൽ അപ്പൊ ഒരു ഞാൻ പറയാന്ന് ഒരു ക്രിട്ടിക്കൽ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് സാമൂഹ്യ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക തന്നെ വേണം. അത് ഗവൺമെന്റിന്റെ കൂടെ പല കാര്യങ്ങളിലും നമ്മൾ നിൽക്കുന്ന അതേ സമയം തന്നെ ഗവൺമെന്റിനെ വിമർശിക്കാനും കൂടിയുള്ള ഒരു ശക്തി നമ്മുടെ അനുഭവം വെച്ചിട്ട് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ ഫോഴ്സ് ആയിട്ട് ഈ സമൂഹത്തിൽ നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനെ ആയിട്ട് മാറിയേ മതിയാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ വൾണറബിലിറ്റിനെ കുറിച്ച് തന്നെയുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ചർച്ചകൾ കേൾക്കുമ്പം. കാരണം ഇന്ത്യയില് കോവിഡ് ബാധിച്ച് ഇപ്പൊ US-ൽ ന്യൂയോർക്കിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി ശവശരീരങ്ങൾ പുറത്ത് തെരുവിൽ കൊണ്ടുപോയി തള്ളുന്ന ദൃശ്യങ്ങളല്ല നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദൃശ്യം ആളുകൾ കൂട്ടപലായനം ചെയ്യുന്ന ദൃശ്യമാണ് കണ്ടിട്ടുള്ളത്. അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്ഥിരം സംവിധാനം ഗ്രാമതലങ്ങളിൽ തന്നെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഡിസാസ്റ്റേഴ്സിനെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് ഈ ഒരു പലായനം ഉണ്ടാകുന്നത്. ഈ പലായനം ചെയ്യുന്ന തൊഴിലാളികളൊക്കെ അവരുടെ പേഴ്സണൽ ഹിസ്റ്ററിയിലും അവരുടെ ജാതിയുടെ പേഴ്സണൽ ഹിസ്റ്ററിയിലും അവരുടെ തൊഴിൽ ചരിത്രത്തിന്റെ ഹിസ്റ്ററിയിലും ഒക്കെ ഇത്തരം ധാരാളം പലായനങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അറിയാം ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഏറ്റവും അവസാനം ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നിന്ന് വേഗം രക്ഷപ്പെട്ട് കുറച്ചും കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ഒരു ജനറ്റിക് ഹിസ്റ്ററിയിൽ തന്നെ കോഡഡ് ആയി എന്നുള്ള മാതിരിയാണ് ആൾക്കാർ പലായനം ചെയ്യുന്നത്. അപ്പൊ അത് പലായനം ചെയ്യുന്ന ആൾക്കാരെ ഒട്ടും ഒരു പ്ലാനിങ് ഇല്ലാതെ ഗവൺമെന്റ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് കൊണ്ട് കൂടിയാണ് അതൊക്കെ ഇതാക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടത് അവിടെയാണ്. ഭക്ഷണം എറിഞ്ഞു കൊടുക്കുക, എന്തിനു വേണ്ടിയിട്ടാണോ ഈ ലോക്ക്ഡൌൺ വന്നത് ആൾക്കാരെ അകറ്റി നിർത്താനാണെങ്കിൽ അതിന് സാധിക്കാത്ത രീതിയിൽ ആൾക്കാരെല്ലാവരും കൂടെ കൂട്ടം കൂടി ബസ്സുകൾക്ക് വേണ്ടി സമരം ചെയ്യുകയും പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉയർത്തുകയും അപ്പോഴൊക്കെ നമ്മളൊരു ഒരു പ്രൊട്ടക്ഷനിസം എന്നൊക്കെ പറയില്ലേ, ആ തരത്തിൽ ഏറ്റവും കേരളമാണെങ്കിൽ അതിന്റെ ഏറ്റവും ബിനവലന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനിസം അല്ലെങ്കിൽ രീതിശാസ്ത്രങ്ങളും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും സ്ട്രാറ്റജിയും സ്കിൽസും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ തിയറി പോലും ഒരുപക്ഷെ നമ്മൾ പുനർവായിക്കുകയോ പുനർനിർവചിക്കുകയോ പുനരവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഈ വെബിനാർ ഇങ്ങനെ നമ്മൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, കോവിഡ് ഇപ്പം നമുക്ക് കോവിഡിന് ശേഷമുള്ള ഒരു കാലം എന്ന് പറയാനായിട്ട് കഴിയുമെന്ന് അറിയില്ല. കാരണം പ്ലേഗിന് ശേഷം എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് ഇല്ല. കാരണം പ്ലേഗ് ഇപ്പോഴും ലോകത്തിൽ എവിടെയൊക്കെയോ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്ലേഗിന് ഒരു ഒരു വാക്സിൻ ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ കൊറോണയ്ക്ക് ഒരു വാക്സിൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മരുന്നുണ്ടാവും. കൊറോണ എന്ന് പറയുന്ന ഈ വൈറസ് മനുഷ്യന്റെ വരുതിയിൽ വരും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അതിനധികം ചിലപ്പോൾ അധികം സമയം എടുക്കില്ലായിരിക്കും. പക്ഷെ ഇതിനെ തുടർന്ന് മനുഷ്യ സാമൂഹ്യ പ്രകൃതി ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഇടപെടാൻ പഠിക്കുകയും ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗണത്തിന്, ഒരു പ്രൊഫഷന് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിന് കാര്യമായ മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ ചിലപ്പോൾ ഇനിയുള്ള കാലത്ത് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറിയ ചെറിയ മേഖലകളെ എടുത്തു വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം. ഒന്ന്, സൈക്യാട്രിക്, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞാൽ സോഷ്യൽ വർക്കിൽ നമ്മൾ ഇടപെടാറുള്ള സൈക്യാട്രിക് സെക്ടറിലോ അല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറിലോ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. മെഡിക്കൽ സെക്ടറിന്റെ സ്വഭാവം തന്നെ മാറും, സൈക്യാട്രിക് സെക്ടറിന്റെ സ്വഭാവം മാറും. ഇപ്പം നമ്മൾ പറയുന്ന മനുഷ്യ സമൂഹത്തിൽ പഴയതുപോലെ സൈക്യാട്രിക് പേഷ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല. മാനസിക വ്യാകുലതകൾ ഉള്ള മനുഷ്യര് ഉണ്ട്. പക്ഷെ അവര് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുന്ന ചില ഇടങ്ങളിൽ ഇരുന്ന് അവർ തന്നെ അതിനോട് സമരസപ്പെടാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെക്നോളജിയുടെ പുതിയ പ്ലാറ്റ്ഫോമുകൾ അവര് കണ്ടെത്തുകയാണ്.
ഇപ്പൊ എനിക്കറിയാം ടെക്നോ നമ്മുടെ കാക്കനാടുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ ആ മേഖലയില് കുറച്ച് ചെറുപ്പക്കാര് ടെക്കീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ചില ചെറുപ്പക്കാർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോക്സി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. ആ പ്രോക്സി പ്ലാറ്റ്ഫോമില് ആർക്ക് വേണമെങ്കിലും അവരുടെ മനസ്സിലോ ജീവിതത്തിലുള്ള ഒരു പ്രശ്നത്തെ ഷൂട്ട് ചെയ്യാം. ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് FAQ ആയിട്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ FAQ ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഷൂട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിലുള്ള ഒരുപാട് റെഡി റെസൊല്യൂഷൻസ് അതിലുണ്ടാവും. അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻസിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പുതിയ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ പ്ലാറ്റ്ഫോമിന് സാധിക്കുന്നതാണ് അവർ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്ന മനുഷ്യന്റെ സാമൂഹ്യ അല്ലെങ്കിൽ മാനസിക വ്യഥകൾക്ക്, സൈക്കാട്രിക് പ്രോബ്ലത്തിനാണെങ്കിലും ഒരുപക്ഷെ അല്ലെങ്കിൽ മാനസിക വ്യഥകൾക്ക് ഈ തരത്തിലുള്ള ഒരു ടെക്നോളജി ആയിരിക്കും ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കൗൺസിലിംഗിന്റെ ഡെഫിനിഷനിൽ, സോഷ്യൽ കേസ് വർക്കിന്റെ ഡെഫിനിഷനിൽ ഇറ്റ്സ് എ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ 1-to-1 ഇൻഡിവിജ്വൽ ഇന്ററാക്ഷൻ എന്നൊക്കെ പറയുന്ന ടെർമിനോളജികളിൽ പോലും മാറ്റം ഉണ്ടാവാം, രീതിശാസ്ത്രത്തിലും മാറ്റം ഉണ്ടാവാം. എന്റെ ചോദ്യം, ഹൗ സോഷ്യൽ വർക്ക് ആസ് എ ഡിസിപ്ലിൻ ഈസ് ഗോയിങ് ടു അഡ്രസ് ഇറ്റ്? അത് ടീച്ചേഴ്സോ അധ്യാപക സമൂഹമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മാത്രം അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കണം വാട്ട് ഈസ് നെക്സ്റ്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇപ്പോ ഇതുവരെ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇഷ്യൂസ് ആയിരുന്നു. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അരഗൻസ്, അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇത്രയും കാലം വീട്ടിൽ അടച്ചപ്പെടുകയും ഇനി വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ഇടപെടൽ, സാമൂഹ്യ തലത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ സ്വഭാവങ്ങൾ മാറുന്നു, ജീവിത രീതികൾ മാറുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ. ഇതുവരെ കുട്ടികളോട് സംവദിച്ചതുപോലെ നമുക്ക് സംവദിക്കാൻ പറ്റില്ല. ഒരു ക്ലാസ് റൂം വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമുക്ക് അലൂമിനി കൂടണ്ട, ഇപ്പൊ നമുക്ക് സംവദിക്കാൻ ഈ പ്ലാറ്റ്ഫോം മതി. വഴിയെ നമ്മുടെ അടുത്ത തലമുറ ചിലപ്പോൾ സംവദിക്കാൻ പോകുന്ന ഇവിടെ ആയിരിക്കും. അപ്പൊ കുട്ടികൾക്കിടയിലാണെങ്കിലും സ്ത്രീകൾക്കിടയിലാണെങ്കിലും പ്രായമായവർക്കിടയിലാണെങ്കിലും ഒന്നും നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജികൾ വർക്ക് ആവും എന്ന് തോന്നുന്നില്ല. നമ്മൾ എങ്ങനെ റീറിട്ടേൺ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന എന്റെ മനസ്സിലുള്ള ഒരു ചിന്ത. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജെറിയാട്രിക് കമ്മ്യൂണിറ്റി. ജെറിയാട്രിക് കമ്മ്യൂണിറ്റി ആണ് ഒരു പക്ഷെ കൊറോണ വന്നതിന് ശേഷം ഏറ്റവും അധികം ത്രെറ്റൻഡ് ആയത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ആദ്യം ഹെൽത്ത് ഫോർ ഓൾ ഫേസിലും പിന്നീട് നമ്മൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് പറഞ്ഞപ്പോഴും പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പറയുമ്പോഴും ഒക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് വന്നത് ലോങ്ങവിറ്റി ഓഫ് ലൈഫ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇപ്പൊ ലോങ്ങവിറ്റി ഓഫ് ലൈഫ് ആണ് നമ്മുടെ ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഒറ്റയടിക്ക് ലോകത്തിലെ ഈ നമ്മൾ പറയുന്ന ഈ ഡെമോഗ്രാഫിക് പൊസിഷൻ തന്നെ ഷിഫ്റ്റ് ആവും. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഇഷ്യൂസിനെ ഇനി അഡ്രസ് ചെയ്യാൻ പോകുന്നത്? കേവലം കുറെ മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ രോഗങ്ങളുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ ജെറിയാട്രിക് കമ്മ്യൂണിറ്റിയെ കാണേണ്ടി വരുമോ? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എനിക്കറിഞ്ഞൂടാ. ഇപ്പം രേഷ്മ ടീച്ചർ പറഞ്ഞതുപോലെ മൈഗ്രൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മൾ പലായനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. ഒരിടവും ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളുടെ ലോകം മുഴുവനുള്ള മൈഗ്രൻസ് മാറുകയാണ്. കാരണം അവരിപ്പോ ജീവിക്കുന്ന ഒരിടത്തും അവർക്ക് വേരുകളില്ലാതെ എന്ന് അവർക്ക് തിരിച്ചറിയുകയും അവർ അവിടെ നിന്ന് അടിപ്പായിക്കപ്പെടേണ്ടവരാണെന്നൊരു തോന്നലുണ്ടാവുകയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ ഗുരുതരമായ അവിടുത്തെ പ്രശ്നങ്ങൾ മൂലമാണല്ലോ ഇവരൊക്കെ മൈഗ്രേറ്റ് ചെയ്തത് ഭൂരിഭാഗവും. അപ്പോ അവര് വീണ്ടും ഈ പറയുന്ന ദേ ആർ ബാക്ക് ടു ദ ഫ്ലൈയിങ് പാൻ. എന്ത് വേണം എന്നുള്ളത് അവർക്കും പിടിയില്ല. ദേ ആർ ഇൻ വെരി സീരിയസ് ഇഷ്യൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ മൈഗ്രൻസ്, ഇപ്പൊ പുതിയൊരു കമ്മ്യൂണിറ്റി കൂടി ഉണ്ടാകും, ഫോഴ്സ്ഫുള്ളി റീപാട്രിയേറ്റഡ് മൈഗ്രൻസിന്റെ ഒരു വലിയ ഗണം നമുക്കുണ്ടാവും. ഇത്രയേറെ മനുഷ്യര് വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും തിരിച്ചുപോക്കുകൾ ഉണ്ടാവുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ മൈഗ്രൻസിനെ ഇതുവരെ കണ്ട കാഴ്ചപ്പാടുകളിൽ കാണാൻ പറ്റുമോ? തിയറി അത് വർക്ക്ഔട്ട് ആവുമോ? നമ്മൾക്ക് ഇതുവരെ ഉപയോഗിച്ച സ്ട്രാറ്റജികൾ യൂസ്ഫുൾ ആവുമോ? എനിക്ക് അറിഞ്ഞൂടാ. വേറൊരു പ്രധാനപ്പെട്ട ഒരു മേഖല എനിക്ക് തോന്നുന്നത്, ഇതുവരെ സോഷ്യൽ വർക്ക് അത്ര കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ പരിഗണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇടപെടലുകൾ വളരെ കുറച്ച് മാത്രമുള്ളതാണ് നമ്മുടെ പ്രകൃതിയുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത്രയും നാള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓസോൺ ലെയറിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളുടെ കാർബൺ എമിഷന്റെ ഇഷ്യൂ, ഈ പറയുന്ന തരത്തിലുള്ള ഇഷ്യൂകളിൽ നിന്ന് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെ മാറിയേക്കാം. കാരണം ലോകം മുഴുവനുള്ള പെട്രോളിയം യൂട്ടിലൈസേഷൻ കുറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ അത് തന്നെ വലിയൊരു പ്രശ്നമാവും. പുതിയ ഫ്യൂവലിനെ കണ്ടെത്തേണ്ടി വരും.
അപ്പൊ ഈ തരത്തിൽ പുതിയ ചലഞ്ചുകളായിരിക്കും എൻവയോൺമെന്റിനെയും നമുക്ക് നേരിടാനുള്ളത്. മാത്രമല്ല, ഇതുവരെ കൃഷി ചെയ്യപ്പെടാത്ത ഇടങ്ങളിൽ ഇനി കൃഷി ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ കയറി ചെല്ലാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ മേഖല കാടായിരിക്കും. കാടിലേക്ക് കയറാൻ തുടങ്ങുന്നതോടെ ഇപ്പോഴത്തെ എൻവയോൺമെന്റ് വീണ്ടും ഇല്ലാണ്ടാവും. കൃഷി എന്ന് പറയുന്ന ഒരു കാര്യവുമായിട്ട് വീണ്ടും മനുഷ്യർ കുന്നിടിക്കാനും മല കയറാനും തുടങ്ങുന്ന ഒരു കാലം വീണ്ടും നമുക്കുണ്ടാവും. അതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും ഈ പറയുന്ന പ്രകൃതിയിലേക്കുള്ള അതിശക്തമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ വരും. കാരണം മനുഷ്യന്റെ കയ്യിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഭവങ്ങൾ വല്ലാതെ ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ പ്രകൃതി വിഭവങ്ങളിലേക്ക് തിരിയും. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സമ്പത്ത് നമ്മുടെ കൈവശം ഇല്ലാതെ വരികയും അത് വ്യയം ചെയ്യാൻ പറ്റാതെയും വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കാന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകും. പ്രകൃതി വേറെ തരം ചലഞ്ചുകളെ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന ഒരു റൂറൽ കമ്മ്യൂണിറ്റി, അണ്ടർ ഡെവലപ്ഡ് നേഷൻസ്, അൺഡെവലപ്ഡ് നേഷൻസ്, ഡെവലപ്ഡ് നേഷൻസ് എന്നൊക്കെ പറയുന്ന വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ കൺസെപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയെ പോലെയുള്ള അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങളാണ് ഒരുപക്ഷെ കൊറോണയിൽ ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെട്ടത്. താരതമ്യേന പിടിച്ചു നിൽക്കുന്നത് നമ്മളുടെ അണ്ടർ ഡെവലപ്ഡ് എന്നോ അല്ലെങ്കിൽ താരതമ്യേന പ്രകൃതി വിഭവങ്ങൾ കൂടുതൽ ഉണ്ടായിരിക്കുകയും അത് ചൂഷണം ചെയ്യാതെ ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് തൽക്കാലം പിടിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂറോപ്പും അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെയാണ് കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്? കാരണം ഈ ഒരു കാലഘട്ടം ഇപ്പം HIV വൈറസ് വന്നപ്പോൾ ഏറ്റവും ആദ്യം ചലഞ്ച് ചെയ്യപ്പെട്ടത് സെക്സ് വർക്കേഴ്സ് ആണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യപ്പെട്ടത് സെക്സ് വർക്കേഴ്സ് ആണ്. കാരണം അവരിത് കൊണ്ടുവരുന്നു, അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്നൊക്കെ പറഞ്ഞ് അവരെയാണ് നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡ് റിപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ മാത്രമല്ല, 1 മീറ്റർ അകലം പാലിക്കണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് വിളിക്കാൻ പാടില്ല. അതിന് വളരെ നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒരു സംശയം വേണ്ട. രതീഷ് വളരെ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മുടെ ICMR വർക്ക് ചെയ്യുന്ന രതീഷ് കൃത്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് തന്നെയാണ് സംഭവിക്കേണ്ടത്. അപ്പൊ 1 മീറ്റർ അകലത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇനി സെക്സ് വർക്കേഴ്സ് സെക്സ് വർക്ക് ചെയ്യാൻ പോകുന്നത്? അവരുടെ ഒരു കമ്മ്യൂണിറ്റി അനുഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ നമ്മൾ കാണുന്നത്? സെക്ഷൽ മൈനോറിറ്റിനെ എങ്ങനെ കാണേണ്ടി വരും? ഇതൊക്കെ പുതിയ തരം കാഴ്ചപ്പാടുകളും കൺസെപ്റ്റുകളും തന്നെ രൂപപ്പെട്ടു വരേണ്ടതാണ്. വേറൊരു വലിയ മേഖല നിങ്ങൾ ആരെങ്കിലും വായിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാജേഷ് നമ്മുടെ IRTC ജോലി ചെയ്യുന്ന രാജേഷ് വളരെ ഭംഗിയായിട്ട് കേരളം എങ്ങനെയാണ് കോവിഡിനെ അതിജീവിക്കേണ്ടത് ഉൽപാദന വിതരണ മേഖലയിൽ എന്ന് പറഞ്ഞിട്ട് നല്ല ലേഖനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അത് കാണുകയും വായിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല ചിന്തകളാണ് രാജേഷ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇന്ന് നമ്മുടെ അരുൺ എനിക്ക് ഷെയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ അലൂമിനി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ എന്ന് പറഞ്ഞാല് അരുൺ ഇപ്പം വെൽഫെയർ ബോർഡിൽ ജോലി ചെയ്യുന്ന അരുണാണ്. അരുൺ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടാണ് കോവിഡ് എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു, കോവിഡ് നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്ന കുറെ ചിന്തകൾ. ഇത്തരത്തില് നമ്മള് വളരെ ഗൗരവമായ രീതിയിൽ ചിന്തിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇക്കോണമി. ഇതുവരെ നമ്മൾ ഈ പഠിച്ച ഇക്കണോമിക്സ് എല്ലാം നമുക്ക് അപരിചിതമാകേണ്ടി വരികയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ മറന്നിട്ട് പുതിയവ പഠിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നു. കാരണം ഉൽപാദനവും വിതരണവും അതിന്റെ ഉപഭോഗവും ഇത് മൂന്നുമാണല്ലോ ഇക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു 5 ട്രില്യൺ ഇക്കോണമി എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിച്ച് ഇന്ത്യൻ ഇക്കോണമി 5 ട്രില്യൺ പോയിട്ട് നെഗറ്റീവ് ഇക്കോണമി ആയിട്ട് മാറും. ലോകത്തെ മുഴുവൻ ഇക്കോണമികളും അങ്ങനെയാണ്. ഇപ്പൊ അമേരിക്കയില് സമരം നടക്കുന്നത് കൊറോണയ്ക്കെതിരെയല്ല, ഞങ്ങൾക്ക് ഇതെല്ലാം തുറന്നു തരണം എന്ന് പറയുന്ന ഒരു വ്യവസായ ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു കച്ചവട ലോകത്തിന്റെ ആവശ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്ന നാച്ചുറൽ റിസോഴ്സസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്ന ഒരു സെലക്ടഡ് ഫ്യൂ അല്ലെങ്കിൽ ഒരു മാഫിയ, അതിന്റെ കീഴിലേക്ക് ഇക്കോണമി, ഞാൻ അവസാനിപ്പിക്കുന്നത്, അഗ്രികൾച്ചറിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഈ മാറ്റം എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളി, what is happening to social capital, which is the capital of social workers. നമ്മുടെ സോഷ്യൽ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കുന്നു? സോഷ്യൽ വർക്കറുടെ ക്യാപിറ്റൽ സോഷ്യൽ ക്യാപിറ്റലാണ്. ട്രഡീഷണൽ സിസ്റ്റംസ് പരാജയപ്പെടുകയും ഇതുവരെ നമ്മൾ പഠിച്ചവ പരാജയപ്പെടുകയും ചെയ്താൽ വാട്ട് ക്യാൻ ബി അവർ റെസ്പോൺസ്? അത് നമ്മൾ എല്ലാവരും ചിന്തിക്കുക. ഓരോ മേഖലയിൽ നമ്മുടെ റെസ്പോൺസുകളെ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഒരു നല്ല തുടക്കം ഇതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. നമ്മൾ സമയപരിധി മൂലമാണ് നമ്മൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ഷോ കട്ട് ചെയ്യേണ്ടി വന്ന്.
അപ്പൊ നമ്മുടെ ആമുഖമായതുകൊണ്ടാണ് നമ്മൾ ഒരു അധികം വിശാലമായ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകാതെ ഒരു അതിന്റെ ഒരു ആമുഖ സംഭാഷണം എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ജോസാറും രശ്മി ടീച്ചറും അതുകൊണ്ട് തന്നെ അവരെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, സമയപരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കുറിച്ചിട്ട് പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് മുഴുവൻ ഉത്തരങ്ങൾ പറയാൻ പഠിച്ച ആളുകളൊന്നുമല്ല. യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ ലോകത്തെ മാറ്റിമറിച്ചത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് നമുക്ക് വേണ്ടത് ഒരു വീക്ഷണം, ഒരു പെർസ്പെക്റ്റീവാണ്. അത്തരത്തിലുള്ള നമ്മുടെ പെർസ്പെക്റ്റീവുകളെ വീണ്ടും ഒന്ന് പുതുക്കിയെടുക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് ഉടച്ചു വാർക്കേണ്ടി വരും. ചിലപ്പോൾ പുതിയ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് പിൻപറ്റേണ്ടി വരും. അപ്പൊ നമ്മുടെ ഈ വീക്ഷണ കോണുകളിൽ നിന്ന് വേണം നമുക്ക് ഈ പുതിയ പ്രശ്നങ്ങളെ നമുക്ക് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ചർച്ചകൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സ്പീക്കർ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ആഴത്തില് കുറച്ച് സൈദ്ധാന്തിക തലത്തിലും നമുക്ക് സിദ്ധാന്തങ്ങളോടോ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്സിനോടോ ഒരു വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ആഴത്തിൽ, കുറച്ചും കൂടി അക്കാഡമിക്കും സൈദ്ധാന്തികമായി കൂടി നമുക്ക് ഈ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ ആഴത്തിൽ പോവാം. അപ്പൊ ഇപ്പം നമുക്ക് ഒരു 2-3 ചോദ്യങ്ങൾ നമുക്ക് ഞാൻ ഷിബുവിന് കൊടുക്കാം. ഷിബു ഇപ്പൊ കേൾക്കാമോ? ഷിബു ചോദ്യം ഒന്നുകൊണ്ട് ചോദിക്കാമോ? ചുരുക്കി ചോദിക്കാമോ? ചോദിക്കാം. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ ചിൽഡ്രൻ സർവീസിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഈ ലോക്ക്ഡൌണില് ഡൊമസ്റ്റിക് വയലൻസ് പാർട്ട്നേഴ്സിനും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഇടയിലും അല്ലെങ്കിൽ കുട്ടികൾക്കും ഇടയിലുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഹൈലൈറ്റ്. പക്ഷെ ഇവിടെ കോവിഡിന്റെ ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഇപ്പൊ കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറുകളിലും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെന്റെ ഇഗ്നോറൻസ് ആയിരിക്കും, എന്നോട് ക്ഷമിക്കുക. കാരണം കേരളത്തിൽ കൂടുതൽ ഭക്ഷണം താമസം. പക്ഷെ ഇങ്ങനെ ഈ മാനസിക സംഘർഷവും അതിക്രമവും അല്ലെങ്കിൽ അബ്യൂസ് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ആസ് എ സോഷ്യൽ വർക്കർ, ഇപ്പൊ രേഷ്മ ടീച്ചർ സന്നദ്ധ സംഘടനകളുടെ ഇൻവോൾവ്മെന്റിനെ പറ്റിയിട്ട് ശരിക്കും സംസാരിച്ചു, ജോസാറ് സംസാരിച്ചു. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റിനുള്ളിൽ വളരെ ശരിയാണ്. അത് നമുക്ക് ഇടതുപക്ഷ ഹാങ് ഓവർ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അധികവും സാമ്പത്തിക മാത്രമായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഗവൺമെന്റിന്റെ പ്രത്യേക നിവേദനം അയച്ചു ശ്രദ്ധയിൽപ്പെടുത്തി മറ്റു സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന പലതരം സംഘടനകളുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴും ആ കേസസിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ പോക്കറ്റിലുള്ള ആൾക്കാർ, അപ്പൊ അതിനുള്ള പ്രഷർ നമ്മളിപ്പോ ഗവൺമെന്റിലേക്ക് ഇപ്പൊ പെട്ടെന്നൊരു സമാധാനം നമ്മളത് ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ ഗ്രാമത്തിലും ഇതൊരു സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾ പറയണം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പബ്ലിസിറ്റി ഹെൽപ്പ് ലൈനൊക്കെ കൊടുക്കുകയും ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ നെറ്റ്വർക്കുകൾ കൂടുതൽ ഈ കാര്യം കൂടെ പറഞ്ഞ് അവരെ ഇതാക്കുകയും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് ജോസ് സാറിന് ഞാൻ ഒരു അവസരം കൊടുക്കുകയാണ്. 1 മിനിറ്റിനുള്ള ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയോ? അടുത്ത സെഷനിൽ നമ്മൾ കുറച്ചുകൂടി സമയം എടുത്ത് ഇരിക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സെഷൻ മുതൽ നമുക്ക് ഒരു സ്പീക്കർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൂടുതൽ സമയം അടുത്ത സെഷനെ കുറിച്ച് ഒന്ന് പറയൂ. അടുത്ത സെഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വൈൻഡ് അപ്പ് ചെയ്യൂ. അടുത്ത സെഷൻ നമ്മൾ ബുധനാഴ്ചയാണ് പ്ലാൻ ചെയ്തത്. അത് ലോക്കൽ ഡെമോക്രസി ആൻഡ് ലോക്കൽ ഗവേണൻസ്, റീ ഇമാജിനിങ് സോഷ്യൽ വർക്ക് ഫോർ പോസ്റ്റ് കോവിഡ് എറ. നമ്മുടെ IRTCയിലെ സാമൂഹ്യശാസ്ത്ര വിഭാഗം ഹെഡായിട്ടുള്ള ഡോക്ടർ കെ രാജേഷാണ്, നമ്മുടെ അലുമിനി കൂടിയായിട്ടുള്ള കെ രാജേഷാണ് ആ പ്രഭാഷണം നടത്താമെന്ന് ഏറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ആഴത്തില് ഈ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി, അത് ആരോഗ്യ പ്രശ്നം എന്ന നിലയ്ക്കല്ല, അതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് നമുക്ക് ആഴത്തിൽ നമുക്ക് ഈ സാമൂഹ്യ ജനാധിപത്യം എന്ന ആശയത്തെ സോഷ്യൽ വർക്കിനെ മുൻനിർത്തി നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത പോസ്റ്റർ നമുക്ക് ഉടൻ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അല്ല, നമുക്ക് 1 മിനിറ്റ് സമയമുള്ളൂ. ഹലോ മാലിഷേട്ടാ, ഇപ്പോ ശ്രീനാഥാണ്. അപ്പൊ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ വരുന്ന സെഷനുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒരു ചർച്ചയ്ക്ക് എടുക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചവരാരും നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. സമയപരിധി മൂലമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്ത സെഷനിൽ ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീമുകൾ വരുമ്പോൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നതാണ്. അതെ അതെ, മാത്രം അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും അനുഭവത്തോടുകൂടി നമ്മൾ നിർത്തുന്നു. പങ്കെടുത്തതിൽ എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, അതുപോലെ ലോകവും സേഫ് ആയിട്ടിരിക്കട്ടെ. നന്ദി.